നിത്യസഹായമാതാവേ, ആശ്രിതർക്കാശ്വാസമേകണമേ. ജീവിത വീതിയിൽ അന്ധരാം ഞങ്ങൾക്ക് കരുണതൻ പൊൻകതിർ ചൊരിയണമേ. നിത്യസഹായ മാതാവേ. ജീവിതവേദിയിൽ അന്ധരായ മക്കൾക്ക് കരുണയുടെ പൊൻകതിർ ചൊരിയുവാൻ പരിശുദ്ധ മാതാവ് എന്നും സന്നദ്ധയാണ്. ഈ പൊൻകതിർ രക്ഷകനായ യേശുവിൽ നിന്നാണ് അവൾ പകർന്നു തരിക. ഫുൾട്ടൻ ജേഷീൻ ഇങ്ങനെ പറയുന്നു: പ്രകാശം പരത്തുന്ന നീതി സൂര്യൻ യേശുവാണ്. ആ സൂര്യനിൽ നിന്നും പ്രഭയേറ്റു മിന്നുന്ന പനിമതിയാണ് പരിശുദ്ധ മറിയം. യേശുവിൽ നിന്നാണ് പരിശുദ്ധ അമ്മ ഈ സ്നേഹകൃപകൾ ഏറ്റുവാങ്ങുക, മനുഷ്യമക്കൾക്ക് പങ്കുവെക്കുക. വിശുദ്ധ അൽഫോൻസ് ഗോരി ഓർമ്മിപ്പിക്കുന്നു, പരിശുദ്ധ മറിയത്തിലൂടെയാണ് സർവ്വ കൃപകളും ഒഴുകപ്പെടുന്നത്. സങ്കീർത്തനം 34:5, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല. യേശുവെന്ന ആ പ്രകാശത്തിലേക്ക് നോക്കുന്നവരാരും ലജ്ജിതരാവുകയില്ല. ജീവിതത്തിൽ ആരും ലജ്ജിതരാവുകയില്ല. ആരൊക്കെ യേശു എന്ന രക്ഷയിലേക്ക് നോക്കിയോ അവർക്ക് പരാജയമില്ല. കാരണം യേശു അവരെ രക്ഷിക്കുവാൻ കഴിവുള്ളവനാണ്. ആ രക്ഷകനായി യേശുവിലേക്ക് വിദൂരത്തിൽ കടന്നു പോകുന്ന മക്കളെ ചേർത്തണയ്ക്കുന്ന സ്നേഹപ്രകാശം, നറുനിലാവ്, പനിമതി പരിശുദ്ധ മറിയം. ആ അമ്മയുടെ സ്നേഹവർണ്ണന അത് യേശുവിന് ഏറ്റവും പ്രിയങ്കരമാണ്. നമുക്ക് അമ്മയുടെ സ്നേഹപ്രകീർത്തനം പാടി ഈ കാർമൽ ഗീതങ്ങളിലെ ഓരോ നിമിഷങ്ങളെയും പ്രാർത്ഥനാപൂർണമാക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വിടർന്നിടുന്ന പുഞ്ചിരി നിൻ പൊൻചുണ്ടിലായി, പരന്നിടുന്നു പരിമളം കുളിർതെന്നലായി. മനോഹരി മനുഷ്യപുത്രനമ്മയായ നീ മനസ്സിൽ വന്നിടുമ്പോൾ, വിടർന്നിടുന്ന പുഞ്ചിരി നിൻ പൊൻചുണ്ടിലായി, പരന്നിടുന്നു പരിമളം കുളിർതെന്നലായി. മനോഹരി മനുഷ്യപുത്രനമ്മയായ നീ മനസ്സിൽ വന്നിടുമ്പോൾ, വിടർന്നിടുന്ന പുഞ്ചിരി നിൻ പൊൻചുണ്ടിലായി, പരന്നിടുന്നു പരിമളം കുളിർതെന്നലായി. പൂജാസുമം പുണ്യപാതുകേ
പൂജ ചെയ്തിടാൻ പൂജ്യമായി മേളിൽ പൂജാസുമം പുണ്യപാതുകേ പൂജ ചെയ്തിടാൻ പൂജ്യമായി മേളിൽ പകരമായി നീ അരികിലെന്നും കറകളഞ്ഞു നിന്റെ പുത്രനൊപ്പം ചേർത്തിടുകിൽ ഞങ്ങൾ ധന്യരായി ചേർത്തിടുകിൽ ഞങ്ങൾ ധന്യർ വിടർന്നിടുന്ന പുഞ്ചിരി നിൻപൊൻ ചുണ്ടിലായി പരന്നിടുന്ന പരിമളം കുളിർതെന്നലായി മനോഹരി മനുഷ്യപുത്രനമ്മയായ നീ മനസ്സിൽ വന്നിടുമ്പോൾ വിടർന്നിടുന്നു പുഞ്ചിരി നിൻപൊൻ ചുണ്ടിലായി പരന്നിടുന്നു പരിമളം കുളിർതെന്നലായി. ആരാധ്യനാം നിന്റെ സൂനുവേ മർത്യനേകി നീ അമ്മയായി മണ്ണിൽ ആരാധ്യനാം നിന്റെ സൂനുവേ മർത്യനേകി നീ അമ്മയായി മണ്ണിൽ അനുദിനം നീ അരികിലെന്നും അകമലിഞ്ഞു നിന്റെ സ്നേഹമമ്മേ തന്നിടുകിൽ ഞങ്ങൾ ധന്യരായി തന്നിടുകിൽ ഞങ്ങൾ ധന്യർ വിടർന്നിടുന്നു പുഞ്ചിരി നിൻ പൊൻചുണ്ടിലായി പരന്നിടുന്നു പരിമളം കുളിർതെന്നലായി മനോഹരി മനുഷ്യപുത്രനമ്മയായ നീ മനസ്സിൽ വന്നിടുമ്പോൾ വിടർന്നിടുന്നു പുഞ്ചിരി നിൻ പൊൻചുണ്ടിലായി പരന്നിടുന്നു പരിമളം കുളിർതെന്നലായി മനോഹരി മനുഷ്യപുത്രനമ്മയായ നീ മനസ്സിൽ വന്നിടുമ്പോൾ വിടർന്നിടുന്നു പുഞ്ചിരി നിൻ പൊൻചുണ്ടിലായി പരന്നിടുന്നു പരിമളം കുളിർതെന്നലായി. അൻമിഖായേലെ വളരെ മനോഹരമായി ഗാനം ആലപിച്ചു. തീർച്ചയായും അമ്മയോടൊപ്പം ആ ഭൂജാതനായ രക്ഷകൻ യേശുവിൻ്റെ ഹൃദയവും തുടിക്കുന്നുണ്ട്. അമ്മയെ പ്രകീർത്തിക്കുമ്പോൾ യേശുവയ്ക്ക് അങ്ങനെയാണെന്ന് നമുക്കറിയാം. എന്നു മുതലാണ് ഈ സംഗീത അഭ്യസനം ആരംഭിച്ചത്? ഞാൻ ഈ ഫീൽഡിൽ ഒരു 12 വർഷമായി. കുറച്ചു കാലം ക്ലാസിക്കൽ കുറച്ച് പഠിച്ചു, 2 വർഷത്തോളം. ഇപ്പോൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഹിന്ദുസ്ഥാനി പഠിക്കുന്നുണ്ട്. അപ്പോൾ പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. കൂടെ ഈ പാടി തുടങ്ങിയിട്ട് എത്ര നാളായി? പുറത്തൊക്കെ ഇങ്ങനെ പാടി തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 15-16 വർഷത്തോളം മേലെ അതായി. ആദ്യകാലങ്ങളിലൊക്കെ ഗാനം എങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്? ഗാനമേളയ്ക്ക് പോകാറുണ്ടായിരുന്നു. പിന്നെ
പിന്നെ ഏറ്റവും കൂടുതലായിട്ട് കൊയർ, അതുപോലെ തന്നെ ക്രിസ്ത്യൻ ധ്യാനങ്ങൾക്ക് ഞാൻ പാടാറുണ്ട്. നിങ്ങൾ ഏത് ഞാൻ രൂപത്തിലായിരുന്നു? കൊച്ചി രൂപതയാണ്. കൊച്ചിരൂപതയില്? കൊച്ചി കൊച്ചി രൂപതയില് ബസിലിക്ക, സാന്റക്രൂസ് ബസിലിക്ക ഇടവകയിലെ പാട്ടുകാരനാണ്, അംഗമാണ്. അപ്പോൾ അവിടെയൊക്കെ ക്രിസ്ത്യൻ ധ്യാനത്തിന് ഒരുപാട് പോകുമായിരുന്നു അതെ അല്ലേ? അതെ അതെ. ഇപ്പൊ കുറച്ച് നാളായിട്ട് ഞാൻ കീബോർഡ് വായിച്ച് ക്രിസ്ത്യൻ പ്രോഗ്രാമിന് പാടാറുണ്ട് കുട്ടികൾക്ക് വേണ്ടി. തീർച്ചയായും അതാണ് നമ്മളുടെ വളർച്ചയുടെ ചുവടുവയ്പ്പാണ്. കർത്താവ് നട്ടുനനച്ച് വളർത്തുകയാണ്. ദൈവം ഒരുവനെ, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഓരോ വ്യക്തിയെക്കുറിച്ചുമുള്ള പദ്ധതിയുടെ പൂർണ്ണത, അതിന് നമ്മൾ ആരൊക്കെ സഹകരിക്കുന്നുണ്ടോ ദൈവികതയ്ക്ക് വേണ്ടി. നമുക്കറിയാം ജെറമിയ 15:19 ഇങ്ങനെ പറയുന്നുണ്ട്, വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. ഓരോ ഗായകനും വളരെ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അത് മറ്റ് പ്രയോഗത്തിനോ അല്ലെങ്കിൽ മറ്റ് ഗീതത്തിനൊന്നും കൊടുക്കാതെ ദൈവത്തിന് വേണ്ടി കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു വെല്ലുവിളിയാണ്. കർത്താവിന് വേണ്ടി കഴിവുകൾ കൊടുക്കുക. കാരണം ദൈവം നട്ടുനനച്ച് വളർത്തി എടുക്കുമ്പോൾ സ്വനപേടകം, കണ്ഠനാളം, അതിൻ്റെ ശബ്ദം, നാദം, താളം, ശ്രുതി, ലയ, ഭാവം, ഇതൊന്നും എല്ലാവർക്കും ഇടണം നിർബന്ധമില്ല. ഇത് വ്യത്യസ്തമായി ദൈവം നമുക്ക് തരുമ്പോൾ ഏറ്റവും വലിയ സ്നേഹത്തോടെ ആ കരുണാർദ്രമായ കരുണ ചൊരിഞ്ഞ് എനിക്ക് നൽകിയ സർഗാത്മതയോർത്ത് നന്ദി പറഞ്ഞ് മുന്നേറേണ്ട ഒരു തലമല്ലേ ഇത്? തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ നമുക്കത് അങ്ങനെ മുന്നേറാൻ, അങ്ങനെ അനേകം ഗാനങ്ങൾ പാടുവാൻ, പ്രത്യേകിച്ച് ഗാനങ്ങൾക്കൊക്കെ എത്രയോ വലിയൊരു ഹീലിംഗ് പവറാ. ശരിക്കൊരു ശാന്തമായി മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരു ആർദ്ര സംഗീതം കേൾക്കുമ്പോൾ, ഒരു ഗാനം കേൾക്കുമ്പോൾ, അതിൻ്റെ ഉള്ളറകൾ മനസ്സിലാക്കുമ്പോൾ, ആ ഗാനത്തിലൂടെ ദൈവസ്നേഹത്തിൻ്റെ ശീതളിമ അനുഭവമാകുമ്പോൾ, അങ്ങനെ ചില പറയാറില്ലേ, അവിടെ ചെന്ന് ആ ധ്യാനത്തിനിരിക്കുമ്പോൾ ഒരു പാട്ട് കേട്ടു, അത് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ. തീർച്ചയായും അതിന് സഹായിക്കുന്നവൾ നമ്മുടെ എല്ലാ സർഗാത്മകതയും, എൻ്റെ എളിയ അനുഭവം ഞാൻ പറയുക, നമ്മുടെ എല്ലാ സർഗാത്മകതയും പരിപോഷിപ്പിക്കുവാൻ കൂടി നിൽക്കുക അമ്മ. കാരണം ദൈവരാജ്യത്തിനു വേണ്ടി ഒരു വ്യക്തി എന്തെല്ലാം കാര്യം ചെയ്യുന്നു അതിന് ഏറ്റവും തീക്ഷ്ണമായി ബലം പകർന്ന് കൂടെ നിൽക്കുന്നവളാണ് പരിശുദ്ധ മാതാവ്. അതുകൊണ്ടാണ് ബോധജ്ഞാനത്തിന് സിംഹാസനമേ, സൽബുദ്ധിയുടെ മാതാവേ, ഞങ്ങളുടെ തെളിവിൻ്റെ കാരണമേ, വിവേക ഐശ്വര്യമുള്ള കന്യകേ എന്നൊക്കെ ഈ അമ്മയെ പ്രകീർത്തിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ അമ്മ കൂട്ടുപിടിക്കും, നമുക്ക് കൂട്ടുനിൽക്കും, നമ്മളെ സഹായിക്കും. തീർച്ചയായും നമുക്ക് അമ്മയോട് ചേർന്ന് അടുത്ത ഗാനത്തിലേക്ക് പ്രവേശിക്കാം. ഒത്തിരി പ്രാർത്ഥനകൾ നൽകുകയാണ് ആൻമിഖായേലിന്. നന്നായി മുന്നേറുവാൻ ഈശോ അനുഗ്രഹിക്കട്ടെ, പരിശുദ്ധ അമ്മ സഹായിക്കട്ടെ. ഒപ്പം തിരിച്ചും തരേണ്ടതുണ്ട്, കാരണം ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണല്ലോ, നമുക്ക് പരസ്പരം അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥനകൾ പരസ്പരം നേരാം, പ്രോത്സാഹിപ്പിക്കാം. അങ്ങനെ ഈശോയുടെ രാജ്യത്തിന് വേണ്ടി മുന്നേറാൻ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് അടുത്ത ഗാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കന്യേ മാതാവേ ഉന്നേ, നേസമില്ലാതവർ നീസരേയാവാ. വാഴ്ക 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 മരിയേ, വാഴ്ക 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 മരിയേ. മമകഹൃത്തേത നിൻ സ്വന്തമമ്മേ, ഓ മേരെ നിർമ്മലെ തൃക്കൺ പാർക്കെന്നേ,
പുലർസി മുற்பവമற்றாய் ആദിയില്ലാതുனை മാതേ നീ പെற்றாய் வாழ்க 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 மரியே வாழ்க 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 மரியே. നീയല്ലാതാരിവർക്കാശ്രയം വേറെ തായേ മനോഹരി ഞങ്ങൾക്കേഹത്തിൽ ആവേ 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 മരിയ ആവേ 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 മരിയ. തായേ നീയാണതാൾ താവരിത്തേനേ നേശം வைத்தாழ்வது நின் கடனாமே வாழ்க 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 மரியே வாழ்க 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 மரியே. വാനവർ ദൂതൻ തൻ മണിനാദമീത കേൾക്കുന്നു പാടിടാം മേരീതൻ സ്തോത്രം ആവേ 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 മരിയ ആവേ 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 മരിയ. கருணைந்த மாதாவே ஆண்டவனும் உடனே பெண்களுக்குள்ளே பேறு பெற்றாயே வாழ்க 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 மரியே வாழ்க 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 மரியே. വാനവദൂത വൃന്ദഗണങ്ങളുടെ മണിനാദമുയരുകയായി. ത്രിലോകരാജ്ഞിയായി പരിശുദ്ധ മറിയത്തെ മുടിചൂടിക്കുന്ന ദിവ്യ സ്നേഹ നിമിഷങ്ങൾ വിശ്വാസ സത്യമായി സഭ പ്രഖ്യാപിച്ചു. പരിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗാരോപണം മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി തൻ്റെ പ്രിയസുതനെ പെറ്റുവളർത്തി ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർത്തി നയിച്ചു. എല്ലാ പ്രതികൂലതയിലും അമ്മ ബലം പകർന്ന് കൂട്ടുനിന്നു. കാൽവരിയിൽ ആ കുരിശുമരത്തിൽ തൻ്റെ ഉദരഫലം ജീവന്റെ ഫലമായി മാറിയപ്പോൾ മാനവകുലത്തിന് ഒരമ്മയെ ലഭിച്ചു. തിരുസഭയ്ക്ക് ഒരു നാഥയെ ലഭിച്ചു. എത്ര വർണ്ണിച്ചാലും മതി വരുമോ നമ്മുടെ നല്ല അമ്മയുടെ വർണ്ണനകൾ? പാടാം നമുക്ക്, സ്നേഹിക്കാം നമുക്ക്. നമുക്ക് വേണ്ടി, നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടി തിരുസുതന് നൽകിയ അമ്മ, ദൈവഹിതത്തിന് കീഴ്വഴങ്ങിയ അമ്മ. നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയോട് ചേർന്ന്. ഈശോയെ,
ദിവ്യരക്ഷക, അവിടുത്തെ വലിയ കരുണയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇത്ര നല്ല അമ്മയെ ഞങ്ങൾക്ക് കൂട്ടു നൽകിയല്ലോ അങ്ങ്. അമ്മേ, മേരിനാഥേ, അമ്മയുടെ വത്സല മക്കളായ ഞങ്ങൾ എന്നും അമ്മയോട് ചേർന്ന് നിൽക്കാം. സൽബുദ്ധിയുടെ മാതാവേ, രക്ഷകന്റെ അമ്മേ, വിവേക ഐശ്വര്യമുള്ള കന്യകേ, വിവേകത്തിൽ, സ്വർഗീയ ജ്ഞാനത്തിൽ, സൽബുദ്ധിയിൽ മക്കളെ നയിക്കുക. അമ്മയെ ഞങ്ങൾ സ്നേഹിക്കട്ടെ, അമ്മയെ വണങ്ങട്ടെ, ഹൃദയത്തിൻ്റെ സ്നേഹപുഷ്പങ്ങൾ അർപ്പിച്ച് അമ്മയെ പാടി വർണ്ണിക്കട്ടെ. ആമേൻ.